മറിയമേ സുസ്ഥി കർത്താവിനോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അടുത്ത ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഹലോ ഗൈസ്, വെൽക്കം ടു ഡേ 6. നമ്മളെല്ലാ ദിവസത്തെ പോലെ ഇന്നും നമ്മൾ മാതാവിൻ്റെ ഗ്രോട്ടയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങണേ. ഇന്നത്തെ ദിവസം ഞങ്ങൾ ആദ്യമേ തന്നെ അവിടുത്തെ ഒരു മൈനർ സെമിനാരിക്കാണ് ഞങ്ങൾ പോയത്. പിന്നീട് ഞങ്ങൾ എഫാത്ത എന്ന ധ്യാന കേന്ദ്രത്തേക്കാണ് പോയത്. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു 6ാമത്തെ ദിവസം. പക്ഷേ അന്ന് രാത്രി ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ ട്രാവൽ ചെയ്യാണ്ട് ഭയങ്കര മഴയാണ്, നല്ല ഇടിമിന്നലൊക്കെ ഉണ്ട്. ശബ്ദമില്ല ദൈവങ്ങളെ. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയായി. നമ്മൾ ആദ്യമേ തന്നെ പോയത് അവിടുത്തെ തന്നെ ഒരു മൈനർ സെമിനാരിക്കാണ്. ഗേറ്റ് തുറക്കും. ഇങ്ങടാക്കി അപ്പോൾ നമ്മൾ ഇവിടെ മൈനർ സെമിനാരി എത്തിക്കുകയാണ്. മൈനർ സെമിനാരി എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ വലിയ ഗ്രൗണ്ടൊക്കെ ഉണ്ട്, പിന്നെ കുറേ മൃഗങ്ങളും ഒരു ഫാം പോലെയാണ് ഇവിടെ. ഇതാണ് ആ സെമിനാരിയിലെ പള്ളി. ആ പള്ളിയോട് ചേർന്ന് തന്നെ നല്ലൊരു മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ ഉണ്ടായിരുന്നു. പിന്നീട് ആ സെമിനാരിയിലെ ഗാർഡൻ കാണാൻ ഞങ്ങൾ ഇറങ്ങി. ആ ഗാർഡനിൽ ഓറഞ്ചിൻ്റെ കുറേ ട്രീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ എത്ര വേണമെങ്കിലും ഓറഞ്ച് പൊട്ടിച്ചു വന്നു. ഞങ്ങൾ പൊട്ടിച്ചു. ഇത് പഴുക്കലടാ, ഒറ്റയ്ക്ക് കഴിക്കണ്ട, നോക്കിയണ്ട അച്ഛൻ ചെയ്യണ്ട പറിച്ചോ. എന്നിട്ട് പറിക്കണ്ടേട്ടാ, കാരണം കൂടെ പറിച്ചിട്ട് മറ്റേ ഞങ്ങളുണ്ടെങ്കിൽ പഴുത്ത അങ്ങനെയല്ല.
എല്ലാം വേസ്റ്റ് ആക്കരുത്, എടുത്തിട്ട് കഴിച്ചിട്ട് അടുത്തത് പഠിച്ചാൽ മതി. അല്ല വെള്ളം കൊഴുകും. തിന്നു തിന്നു. അവർ തന്നെ നമുക്ക് ഉച്ചഭക്ഷണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും അവിടുത്തെ ബ്രദേഴ്സൊക്കെ ആയിട്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചു. സെന്റ് വിൻസെന്റ് പോൾ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മക്കളെയും ഒരുമിച്ച് കൂട്ടി ഞങ്ങൾ ഇന്ന് ഹൈദരാബാദ് മൈനർ സെമിനാരിയിൽ ഫോർമേഷൻ ഹൗസിൽ വൈദിക പരിശീലനം തുടരുന്നതിന്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്ന ഈ ആലയത്തിലേക്ക് കടന്നു വരാൻ അങ്ങ് അനുവദിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് 12 വൈദിക വിദ്യാർത്ഥികളും. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് അധികം വൈകാതെ തന്നെ എഫാത്ത് എന്ന ധ്യാന കേന്ദ്രത്തിലേക്ക് പോയി. ഈ കാണുന്നത് അവിടുത്തെ കുമ്പസാരക്കൂടാണ്. പിന്നീട് അവിടുന്ന് ഞങ്ങൾക്ക് ചായയും വെള്ളമൊക്കെ തന്നു. ഈ കാണുന്നതാണ് അവിടുത്തെ കിച്ചൺ. നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് നേരമൊക്കെ വൈകി. ഇപ്പോൾ നമ്മൾ പോകുന്ന ഒരു വില്ലേജിലേക്കാണ്, കുർബാനയ്ക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ വില്ലേജിൻ്റെ ആ വഴിയിലെത്തിയപ്പോൾ നേരം കുറച്ച് ഇരുട്ടായി. ആ ഒരു വഴിയാണെങ്കിൽ മണ്ണ് വഴിയായിരുന്നു. ഇപ്പോൾ പോകുന്ന വഴികളൊക്കെ നമ്മൾ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന വഴികളൊക്കെയാണ്. ഇവിടെ 3 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വീടോ സ്ഥാപനമോ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ചുറ്റും മരങ്ങളും ചെടികളും മാത്രമാണ് ഉള്ളത്. നമ്മുടെ ഇവിടുത്തെ പോലെ പോസ്റ്റ് ലൈറ്റ് അങ്ങനെയൊന്നുമില്ല. ഇവിടെ 3 കിലോമീറ്റർ ഫുള്ളും ഇരുട്ടത്ത് തന്നെ ആയിരിക്കും. ഞങ്ങളവിടെ എത്തി കുർബാനയൊക്കെ കണ്ടു. കുർബാനയുടെ ഇടയിൽ അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ കുർബാന കഴിഞ്ഞപ്പോൾ നല്ല ഇടിമിന്നലും നല്ല മഴയും കാറ്റൊക്കെ നന്നായി ഉണ്ടായിരുന്നു. അവിടുത്തെ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇങ്ങനത്തെ വലിയ മഴയൊക്കെ ഇവിടെ സാധാരണയാണ്, അത് 5-10 മിനിറ്റൊക്കെ നിൽക്കാറുള്ളൂ. പക്ഷേ ഇപ്പോൾ പെയ്ത മഴ അരമണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുമായിരുന്നു. ഞങ്ങൾ വരുന്ന വഴിക്ക് കുറേ സ്വീറ്റ്സൊക്കെ അവർക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ കാണുന്നത് അവർക്ക് സ്വീറ്റ്സൊക്കെ കൊടുക്കണതാണ്.
1 മണിക്കൂറായിട്ടും മഴ നിൽക്കണില്ല, ഭയങ്കര ശക്തിയായി പെയ്യുക. അതുകൊണ്ട് മഴ നിൽക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. പിന്നെ അധികം വേഗത തന്നെ മഴ നിന്നു. ഞങ്ങൾ സുരക്ഷിതമായി തന്നെ ഞങ്ങൾ താമസിക്കേണ്ട സ്ഥലത്തേക്ക് പോയി. പിന്നീട് ഇതിൻ്റെ ഇടയിൽ നടന്ന കുറേ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അന്ന് അവിടെ കറണ്ട് ഉണ്ടായില്ല, ഭയങ്കര ഇരുട്ടായിരുന്നു. ഞങ്ങൾ ഫോണിൻ്റെ ഫ്ലാഷ് കൊണ്ട് തന്നെയാണ് അവിടെ പള്ളിയുടെ ഉള്ളിലിരുന്നത്. പിന്നെ മഴയുടെ ശബ്ദം കാരണം ഞങ്ങൾക്ക് അങ്ങനെയൊന്നും കേൾക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗൈസ്, ഇതാണ് ഡേ 6. ഡേ 6 ഞങ്ങൾക്ക് അവരുടെ ജീവിതാവസ്ഥയെക്കുറിച്ച് നല്ലൊരു അനുഭവം തന്നെയാണ് നൽകിയത്. ഞങ്ങൾ ആ ശക്തമായ മഴയിൽ ആ പള്ളിയിൽ തന്നെ ആയിരുന്നിട്ടും ഞങ്ങൾക്ക് ആ കാറ്റും ഇടിമിന്നലൊക്കെ ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തി. പക്ഷേ അവർ ഈ സമയത്ത് അവരവരുടെ കുടിലുകളിലൊക്കെ ആയിരിക്കും. അപ്പോൾ ആ അനുഭവം ഞങ്ങളെ കൂടുതൽ അത്ഭുതപ്പെടുത്തി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയും നമ്മുടെ മിഷൻ പ്രവർത്തനവും ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നാണ് ഞങ്ങൾ മിഷൻ പ്രവർത്തനത്തിന് ഇറങ്ങുന്ന അവസാനത്തെ ദിവസം. നാളെ രാവിലോടെ ഞങ്ങൾ കേരളത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ വീഡിയോസൊക്കെ എല്ലാവരും ഷെയർ ചെയ്യുക. മിഷൻ പ്രവർത്തനം എന്താണെന്നറിയാത്തവർക്കും മിഷൻ പ്രവർത്തനത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയൊരു നല്ല മിഷൻ പ്രവർത്തനത്തിൻ്റെ അനുഭവം ലഭിക്കാനായിട്ട് നേതൃത്വം നൽകിയ പുതുക്കാട് ഫൊറോനയിലെ വിൻസെൻ്റ് പോൾ സംഘടനയ്ക്ക് ഞാൻ ഈ നിമിഷം നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് സൈനിങ് അപ്പ്, മാജിക് മൂവ്സ് വിത്ത് ചിക്കു ബിക്കു. പിന്നെ ഞാൻ ഈ നിമിഷം ആബേലാണ് നന്ദി പറയണേ. ആബേലുള്ള കാരണമാണ് നമ്മൾ ഈ മിഷൻ പ്രവർത്തനത്തിൻ്റെ ഈ വ്ളോഗ് എടുക്കാനാണ് തീരുമാനിച്ചത്. അവനാണ് ഈ ഡേ 6 വരെയുള്ള എല്ലാ വീഡിയോസും എനിക്ക് എഡിറ്റ് ചെയ്ത് തന്ന് എങ്ങനെ റെക്കോർഡ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ അവനാണ് പറഞ്ഞു തന്നെ. അപ്പോൾ അവന് ഞാൻ ഈ നിമിഷം നന്ദി പറയുന്നു.